ഹായ് ഡിയേഴ്സ്, മാമോസ് മീഡിയയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. കുറച്ച് കാഴ്ചകളും നമ്മുടെ കുഞ്ഞു യാത്രകളുമായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ 6 മണിക്ക് കുറ്റിയും പറിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇനി തെണ്ടി തിരിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്താമെന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ യാത്ര തിരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ പ്രഭാത ടൈമിലുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ റോഡൊക്കെ ഭയങ്കര സൈലൻ്റ്. എപ്പോഴും തിരക്കുള്ള റോഡൊക്കെ ഭയങ്കര സൈലൻ്റായി കിടക്കണം, കാണാൻ ഒരു വല്ലാത്ത രസമാണ്. ഈ ഒരവസ്ഥ നമ്മൾ കണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എപ്പോഴാണെന്നറിയോ, ഈ കൊറോണ ടൈമിലൊക്കെ ആയിരുന്നു വളരെ റയറായിട്ടത്. ഇതിപ്പോൾ നമ്മൾ വലിയ ഹൈവേയിലേക്ക്, ചാലക്കുടി ഹൈവേയിലേക്ക് കയറി കേട്ടോ. ചാലക്കുടി മണ്ണുത്തി വടക്കഞ്ചേരി പോകണ വലിയ ഹൈവേയിലേക്ക് കയറി. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വണ്ടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാസ്റ്റായിട്ട് നമുക്ക് യാത്ര തുടരാനുള്ള ഒരു ഇതും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ചുറ്റുപാടുള്ള കാഴ്ചകളും കുറേ സംസാരിച്ചൊക്കെ ഇരുന്ന് അടിച്ച് പൊളിച്ച് പോവുകയാണ്. അപ്പോൾ സ്ഥലം പറഞ്ഞില്ല, നമ്മളുടെ നെല്ലിയാമ്പതിയാണ് കേട്ടോ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ കാഴ്ചകൾ പക്ഷെ പോകുമ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഓറഞ്ച് സീസൺ അല്ലാന്നും, അതേപോലെ തന്നെ കുറച്ച് സ്ട്രോബെറി ഉള്ളതും നമ്മൾ കഴിഞ്ഞ ദിവസം പോയവരൊക്കെ നമ്മളോട് പറഞ്ഞു. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇനി സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊന്നും കാര്യമാക്കാണ്ട് യാത്ര ചെയ്യാനുള്ളൊരു ഇഷ്ടത്തോടു കൂടി അങ്ങോട്ട് ചറപ്പറ എല്ലാത്തിനും വണ്ടിയിൽ പറക്കിയിട്ട് ഒറ്റ യാത്ര അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഈ വൈബ് ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഇപ്പോൾ നെല്ലിയാമ്പതിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടൊന്നും അധികമില്ല, എന്നാൽ ഭയങ്കര ചൂടൊന്നുമല്ല, ചെറിയൊരു തണുപ്പും ഫീലും കാര്യങ്ങളുമാണ്. അതേപോലെ തന്നെയാണ് സ്ട്രോബെറി കുറച്ചുണ്ട്. പക്ഷേ ഓറഞ്ച് തോട്ടം കാണാമെന്നല്ലാതെ ഓറഞ്ച് പ്രതീക്ഷിച്ച് ആരും പോകേണ്ട അവിടെ ഇല്ല, സീസണല്ല, മരം വെറുതെ നിൽക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാ. പിന്നെ നമുക്ക് നല്ല അടിപൊളി ചോക്ലേറ്റ്സ് കിട്ടും കേട്ടോ അവിടെ. ഒറിജിനൽ ആ നാട്ടിൽ നിന്ന് തന്നെ കൊക്കോയുടെ പൗഡർ കൊണ്ടുള്ള അത് നല്ല ടേസ്റ്റും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ മുമ്പ് നമ്മൾ പോയിട്ടുള്ളൊരു അറിവ് വെച്ചങ്ങായിട്ട് ആ സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്രാവശ്യം വാങ്ങാനുള്ള ഇതിലാണ്, എല്ലാവർക്കും കൊടുക്കണം അങ്ങനെയൊക്കെ കുറച്ച് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാനുള്ളൊരു ഇഷ്ടത്തോടുകൂടി കുറേ വാങ്ങണം എന്നൊക്കെ വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇപ്പോൾ ഈ റൂട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിവിടെ ഒരു തുരങ്കപാത ഉണ്ടല്ലോ, അറിയില്ല എല്ലാവർക്കും അവിടെ എത്താനായിട്ട്. ഇതെന്താണെന്നറിയോ, പീച്ചി ഡാമില്ലേ, അതിൻ്റെ വാട്ടർ ഇറിഗേഷൻ വകുപ്പിൻ്റെ ഒരു ഇതാണ് ഈ പാലം വഴി മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കുട്ടികൾക്കൊക്കെ അത് ഇതാവും. തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിലാണ് അതുള്ളത്. തൃശ്ശൂർ മണ്ണുത്തിയൊക്കെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, ആ ഭാഗത്താണ് ഇതുള്ളത്. എവിടെയൊക്കെയോ എത്തി, സ്ഥലം അറിയില്ല, നെയിം ബോർഡ് കണ്ടിട്ടാണ് സ്ഥലം മനസ്സിലാക്കണം. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഈ ഇതിലെ ഒരുപാട് വട്ടം പല സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെന്നുള്ള ഒരു അറിവല്ലാതെ ഇതില്ല. നെയിം ബോർഡ് നോക്കിയിട്ടാണ് സ്ഥലം ഏകദേശം മനസ്സിലാക്കാം. നമ്മൾ ഈ മെയിൻ ഹൈവേ അല്ലാത്ത സ്ഥലത്ത് കൂടെ പോയാൽ കുറേ സ്ഥലങ്ങൾ അറിയാം. ഇതിലേ പോയി കഴിഞ്ഞാൽ വലിയ പിടുത്തമൊന്നുമില്ല. പിന്നെ ഇനി വരുന്ന തുരങ്കപാത വരുന്നുണ്ട്, അതറിയാലോ, കുതിരാൻ എല്ലാവർക്കും അറിയാം. അതിൻ്റെ എൻട്രൻസ് ആയിട്ട് കണ്ട ഇന്നോർ ഔട്ടാണ്. ഇതിലേ അങ്ങോട്ട് പോവാം, ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അപ്പുറത്തെ വഴി കൂടെയാണ് വരിക. അപ്പോൾ നമ്മൾ ഈ തുരങ്കപാതയിലേക്ക് കടന്നു കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്ര. ഇത് പോയപ്പോഴേ സത്യം പറഞ്ഞാൽ ഗൾഫിൻ്റെ ഒരു ഓർമ്മ നമുക്ക് വന്നു. ഗൾഫിൽ ഇതുപോലെ ഒരുപാട് തുരങ്കപാതകളുണ്ട്. കുറേ സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോൾ സൗദിയിലൊക്കെയാണ് അത് ഏറ്റവും കൂടുതൽ, മല തുരന്നിട്ട് ആ ഒരു ഫീൽ വന്നു കേട്ടോ. കണ്ട ഇതിൽ ഈ റൈറ്റ് സൈഡിൽ കണ്ട ആ വഴിയെന്ന് വെച്ചാൽ അപ്പുറത്തെ തുരങ്കത്തിൽ നിന്ന് എളുപ്പം കിടക്കാൻ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫുൾ ചുറ്റി വരണ്ടേ. അങ്ങനത്തെ 2 എൻട്രൻസ് ആണ് കേട്ടോ ഇതിൻ്റെ സെൻട്രലായിട്ടുള്ളത്, ഈ ഗുഹയ്ക്കുള്ളിലായിട്ട്. അപ്പോൾ ഇതാണ് കണ്ട, ഒരു വഴിയും കൂടി നമ്മൾ കടന്നു. പിന്നെ വൺ സൈഡ് ഉള്ളത് കൊണ്ട് ധൈര്യമായിട്ട് ഇങ്ങനെ പോകാം. അപകടങ്ങൾ കുറവായിരിക്കും വൺ സൈഡ് ആയതുകൊണ്ട്. മറ്റേ സൈഡിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ഗുഹക്കുള്ളിൽ കൂടെ പോകണം. അപ്പോൾ 2 ഗുഹയാണ് കുതിരാൻ തുരങ്കത്തിൽ. അപ്പോൾ ഈ വെളിച്ചത്തിലേക്ക് നമ്മൾ ഇങ്ങോട്ട് വരികയാണ്. ഈ നേരം വരെ ഗുഹയിലെ ഇതാണ് ആ സൂര്യനൊക്കെ ഉദിച്ച് വരുന്ന ആ ലൈറ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും ഇങ്ങനെ എടുക്കുമായിരുന്നു. ഉള്ളിലെന്ന് വെച്ചാൽ ലൈറ്റ്സാണ് അവിടെ, അല്ലാതെ വേറെ വെട്ടം കയറൂലല്ലോ. അപ്പോൾ ഈ പോണപ്പോഴൊക്കെ കുറേ പ്രഭാത സവാരിക്കാരൊക്കെ നമ്മൾ കണ്ടു കേട്ടോ.
അതൊക്കെ അവരൊക്കെ പോയി. ഇപ്പോൾ വലിയ ഹൈവേയിൽ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. മലകളൊക്കെ കണ്ടു തുടങ്ങി. നെന്മാറ, പാലക്കാട് നെന്മാറ അവിടെ വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെന്മാറ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഫുള്ള് പോത്തുണ്ടി ഡാം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് മല കയറിക്കൊണ്ടിരിക്കുക. പിന്നെ 30 കിലോമീറ്റർ നമ്മൾക്ക് മല ചുറ്റിയിട്ട് കയറി ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ നെല്ലിയാമ്പതി. അതൊരു ടൗൺ എന്ന് പറഞ്ഞാൽ എറണാകുളം തൃശ്ശൂർ പോലെ വലിയ ടൗണൊന്നുമല്ല, ഒരു ചെറിയൊരു സ്ഥലമാണ്. പക്ഷേ അവിടെയാണ് കുറേ സംഭവങ്ങൾ. ട്രക്കിംഗ് ആയാലും ഫാമും കാര്യങ്ങളും എല്ലാതും, ഓറഞ്ച്, തേയില തോട്ടങ്ങൾ, കാര്യങ്ങളെല്ലാം, സ്ട്രോബെറി എല്ലാം ഉള്ളത്. ഇപ്പോൾ സ്ട്രോബെറി ഓൾറെഡി ഉണ്ട് കേട്ടോ, കുറച്ച് ഓറഞ്ചാണ് ഒട്ടും ഇല്ലാത്തത്. അപ്പോൾ ഈ വക കാഴ്ചകൾ ഒക്കെ ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫാം അതിന് മുമ്പ് കണ്ടിട്ടുള്ളതുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെടികളും കാര്യങ്ങളും നമുക്കത് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റും. അതിൽ വാഴയായാലും അല്ലെങ്കിൽ മറ്റ് ഓറഞ്ചിൻ്റെ തൈകളായാലും മുന്തിരിവള്ളി ആയാലും എല്ലാം ചെടികളായാലും എല്ലാ സാധനങ്ങളും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാം. എൻട്രൻസ് ഫീസ് ഉണ്ട്. പിന്നെ ഇതിനൊരു ചെക്ക് പോസ്റ്റ് ഒരിടത്ത് വരുന്നുണ്ട്. അപ്പോൾ അവരവിടെ പറയും 5 മണിക്കുള്ളിൽ പുറത്തിറങ്ങണമെന്ന്. എവിടെ ആരിറങ്ങാൻ? 10 മണിയായാലും ആരും പുറത്തിറങ്ങൂല. അതാണ് അവിടുത്തെ അവസ്ഥ. എന്നാലും കുറേയൊക്കെ പോരും. ഇപ്പോൾ രാവിലെ പോയവരാണെങ്കിൽ പിന്നെ ഈ മല കയറുമ്പോൾ എന്ന് വെച്ചാൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് പോരല അധികം കാണൂല. അങ്ങോട്ട് പോകലായിരിക്കും. അധികം വണ്ടികളും അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും, മല കയറിക്കൊണ്ടേയിരിക്കും. പക്ഷെ വൈകിട്ടായ നേരെ ഓപ്പോസിറ്റ് ആവും. 5 മണി കഴിഞ്ഞ് അങ്ങോട്ട് കടത്തി വിടൂല. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ. അതൊക്കെയാണ് ഇതിലത്തെ കണ്ടുപോകാൻ ഒരുപാടുണ്ട്. പോണ വഴിക്ക് സിംഹവാലം കുരങ്ങിനെയും അതേപോലെ തന്നെ മ്ലാവ്, സാധാ കുരങ്ങുകളെ പിന്നെ പറയേ വേണ്ട. എവിടെ ഒന്ന് വണ്ടി നിർത്തിയാലും അവിടെ മൊത്തം ഉണ്ടാവും. കുഞ്ഞുങ്ങളുമായിട്ട് വന്നിട്ടൊക്കെ ഒരുപാടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഫോറസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഇതുപോലെ കണ്ട ടൂറിസ്റ്റുകൾ കുറേ ഉണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ഇടയിൽ വഴികളിൽ ഭക്ഷണം കഴിക്കാൻ, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ടും അല്ലാതായിട്ടൊക്കെ തമ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വിൽപ്പനക്കാരും കാര്യങ്ങളും കണ്ട ഇങ്ങനെ. ഇത് പോത്തുണ്ടി ഡാം ആണ്. പോത്തുണ്ടി ഡാമിൻ്റെ സൈഡാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാരാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഡാമിലേക്ക് നമ്മളിപ്പോൾ കയറുന്നില്ല. തിരിച്ചു വരുമ്പോൾ ടൈം ഉണ്ടെങ്കിൽ കയറും. അതിലേക്ക് പിന്നെ ഒരു ദിവസം അതിന് മാത്രമായിട്ട് വരണം. അതാണ് അതിൻ്റെ ഒരു വൈബ്. കണ്ട ഡാമിൻ്റെ ഇത് കണ്ട ഹൈറ്റിൽ ഇങ്ങനെ പാലം പോലെ പണിതുണ്ടാക്കിയത്. അതിൻ്റെ താഴെ കണ്ട ഈ റോപ്പ് വേ ഇല്ലേ, അതുണ്ട് കേട്ടോ ഇതിൽ, ഈ പോത്തുണ്ടി ഡാമിൻ്റെ സൈഡിൽ. പിന്നെ അടിയിൽ പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ നല്ല വൈബാട്ടോ ഇവിടെ. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഇതാണ്. കേട്ടോ വണ്ടി ഓടിയിട്ട് എത്തണില്ല. കുറേ സ്ഥലമുണ്ട്. പോത്തുണ്ടി ഡാമിൻ്റെ സ്പേസ് കുറേ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പീച്ചി ഡാം, വാഴാനി ഡാം കഴിഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ വരുന്നത് പോത്തുണ്ടി ഡാമാണ് കേട്ടോ ഈ കഴിഞ്ഞത്. ഇനിയിപ്പോൾ നമ്മളുടെ ഈ നെല്ലിയാമ്പതിക്ക് കടക്കാനുള്ള നമ്മളെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അവിടെ കാഴ്ചകൾ കാണാം. കുരങ്ങൻ കാവലിരിക്കുക. ഇതാണ് അതിൻ്റെ ബോർഡ് കാര്യങ്ങൾ. 30 കിലോമീറ്റർ സ്പീഡ് പറഞ്ഞിട്ടുള്ളൂ. സ്ലോവിൽ പോകാൻ അവർ ഇൻസ്ട്രക്ഷൻസ് കുറേ കൊടുത്തിട്ടുണ്ട്, ബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്, പ്ലാസ്റ്റിക് മുക്ത ഇതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഉണ്ടായിരിക്കാം. കുരങ്ങന്മാരെ കുറേ കണ്ടു തുടങ്ങിയിട്ടാ. ഒരുപാട് കുരങ്ങന്മാരുണ്ട്. ഇവരെ വിചാരം എന്താണെന്ന് പറയുക, ഇവരുള്ളത് കൊണ്ടാണ് ഇവിടെ ഇത്രയും കാര്യങ്ങൾ നിലനിൽക്കുന്നത്. കുപ്പിടാൻ ഒരാൾ, വഴി കാണിക്കാൻ ഒരാൾ അവിടെ നേരെ കയറിയിരിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കുപ്പി ഇതിലിടാൻ തെറ്റിക്കണവരെ പണിഷ്മെൻറ്റ് ചെയ്യാനിരിക്കണ പോലെയാണ് അവൻ്റെ ഇരിപ്പ്. അവൻ്റെ വിചാരം എന്താണെന്നറിയോ, അവൻ ഇരിക്കുന്നത് കൊണ്ടാണ് എല്ലാവരും ആ കുപ്പി അതിലിടണമെന്നിട്ടാ. അതാണ് ആ മനോഭാവം. ചുറ്റുപാടൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പോകുന്നവരോ പ്രത്യേകം ചെയ്യേണ്ട, വണ്ടിയിൽ ഒരു കാരണവശാലും ചിപ്സുകൾ, ഭക്ഷണ സാധനങ്ങൾ, പഴങ്ങൾ കാണുന്ന രൂപത്തിൽ വെക്കരുത്. തീർച്ചയായിട്ടും അറ്റാക്ക് ചെയ്യും അവർ. ചില്ലുമലക്ക് ചാടും, എന്തായാലും വരും. ഒരുപോലെ അങ്ങനെയൊക്കെ കാണിക്കും, നമ്മളെ പേടിപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇനി കാണാൻ പോണ കാട്ടുപോത്ത് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ കാട്ടുപോത്തിൻ്റെ ഇതാണ് ഇവർ വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് അവർ ചേച്ചിമാരെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ 5 മണിക്കുള്ളിൽ തിരിച്ചിറങ്ങണം എന്നാ. നോക്കാം, പരമാവധി ആന്ന് സമ്മതിച്ചൊക്കെ പോരും.
ഉം, അങ്ങനെ യാത്ര തുടർന്നു. ഇനി കാടാണ്, ഫുള്ള് കാട്ടിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. രണ്ട് സൈഡിൽ തേക്ക് മരങ്ങളും ഒരുപാട് മരം, ഇതിൻ്റെ ഇടയിൽ ഒരുപാട് തേയിലത്തോട്ടങ്ങളുണ്ട്. വളവും കയറ്റവും തുടങ്ങി. ഇനി ഫുള്ള് ഇതാണ് അവസ്ഥ, കയറ്റം തന്നെ കയറ്റം, അതേപോലെ തന്നെ വളവും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി വളഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾക്കിവിടെ ദിക്ക് അറിയോ ഒന്നുമില്ല. എന്നെ സംബന്ധിച്ച്, സ്ഥിരം വരുന്നവർക്കൊക്കെ അറിയാൻ പറ്റും, പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതേത് ജില്ല, ശിവനെ ഇതേത് ജില്ല എന്ന് പറഞ്ഞ പോലെ ഇതേത് ദിക്ക് സൂര്യനുമൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഇതാണെങ്കിൽ, ചെരിവില്ലാത്തൊരു ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റണുണ്ട് ഇന്ന ഏരിയ എന്ന്. ഇവിടെ നോക്കി നോക്കിയേ, കുറേ ബോർഡ് കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്തും ഇന്ന മൃഗങ്ങൾക്കുള്ളതാണ് അവർ ഇതാക്കിയിട്ടുണ്ട്. മലകളും കോടയും ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ. അവിടെ ഒരു അരുവി. ഇനി ഇതിപ്പോൾ നമ്മൾ കുറച്ചിങ്ങോട്ട് കയറിയിട്ടുള്ളൂ കേട്ടോ. ഇനി ടോപ്പിലെത്തുമ്പോൾ എന്താ കുഴപ്പമെന്നറിയോ, ഈ അരുവിയും കാര്യങ്ങളും ഒന്നും കാണൂല. കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് തീപ്പെട്ടി പോലെ ഇങ്ങനെ കാണാം. അത് കെട്ടിടങ്ങളും റോഡുകളും അതാണ്. ഇനി കോണമെന്ന ഹൈറ്റ് മൊത്തം നമ്മൾ കയറണം. കണ്ണെത്താ ദൂരം വരെ മലയാണ്, പൊക്കമാണ്. ഇത് മുഴുവൻ നമ്മൾ ഇനി കയറണം. അതിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ വ്യൂ പോയിന്റുകൾ വരുന്നുണ്ട്. ആ വ്യൂ പോയിൻ്റൊക്കെ കാണാട്ടെ നമുക്ക്. ഒരുപാട് മരങ്ങളും കാട് എന്ന് പറഞ്ഞാൽ മരം തന്നെയാണ്, എന്നാലും അതിൽ കുറേ വെറൈറ്റി ഉണ്ട്. ഓരോ വേരും മരങ്ങൾ നിൽക്കണുണ്ടെങ്കിൽ പേടിയാവും. അതിൻ്റെ താഴെ പോകുമ്പോൾ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാലോ, അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാലോ എന്ന് ആലോചിച്ച് നോക്കിയേ. അയ്യോ, അങ്ങനെ തോന്നിപ്പോൾ പേടിയാവും. പിന്നെ ഇപ്പോൾ ഈ രാവിലെ തന്നെയുള്ള ഈ സൺലൈറ്റ് ഇങ്ങനെ വന്നത് കൊണ്ടാണ് കേട്ടോ ഇതിനൊരിത് തോന്നുന്നത്. കുറച്ച് കഴിഞ്ഞ് വല്ലൊരു മഴക്കാറാണെങ്കിൽ ഇതിൻ്റെ സ്വഭാവം മാറും. അപ്പോൾ ഇതിന് കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ഹൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ വ്യൂ പോയിൻറ്റുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മാമോസ് ശരിക്ക് ട്രക്കിങ്ങും എല്ലാം കൂടി ശരിക്കും അർമാദിച്ച് നോക്കിയേ. ഇരുട്ട് വന്ന് തുടങ്ങി. ചെറിയ ലൈറ്റുകൾ അങ്ങിങ്ങായിട്ടുള്ളൂ കേട്ടോ. ശരിക്കും ഇത് നല്ല സൺലൈറ്റ് നന്നായുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഉള്ളിലേക്ക്, ഈ കാടിനുള്ളിലേക്ക് റോഡൊന്നും കാണില്ല. അതേ രൂപത്തിലുള്ള ഇരുട്ടാണ് കേട്ടോ. കണ്ട, ഇവിടെ വന്നപ്പോൾ തെളിഞ്ഞു. അങ്ങനെ പല സ്ഥലത്ത് ഇത് നോക്കി, അടിയിൽ നിന്നൊക്കെ മണ്ണ് പോയി ഒലിച്ചു പോയിട്ട് ഈ വേരുമ്പോൾ മാത്രമാണ് ഈ മരം ഇങ്ങനെ നിൽക്കുന്നത്. ആ മണ്ണൊന്ന് ഇളകി കഴിഞ്ഞാൽ തീർന്നു, അത്രേ ഉള്ളൂ. ആ വേരിൻ്റെ ഒക്കെ ശക്തി. പിന്നെ ഒരേ മലകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇത്തിരി ഹൈറ്റിലേക്ക് പോന്നിട്ടുണ്ട്. ഇപ്പോൾ 2-3 തട്ട് മേലേക്ക് നമ്മളായിട്ടുണ്ട്. കണ്ടത് ആ പുക പോലെ കാണുന്ന ആ സ്ഥലമില്ലേ, ആ സ്ഥലത്താണ് നമ്മളെ നെന്മാറ ആ ഭാഗം ഉള്ളത്. അവിടെ നിന്ന് കയറി ഇത്രയായിട്ടോ. കണ്ട, പണ്ട് പപ്പു ഒരു സിനിമ പറയുന്നില്ലേ, ഒരു സൈഡിൽ വലിയ കുയ്യ്, അതാണ് ഈ കാണുന്നത്. മറ്റേ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റാണ്. ഇവിടുന്ന് കണ്ട ഇങ്ങനെയൊക്കെ റോഡിന് സൈഡിലൊരു ബ്രേക്കറൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടതൊക്കെ ഈ വ്യൂ ഒന്ന് നോക്കി നോക്കിയേ. അവിടെ നിലത്ത് നമുക്ക് ഇത് കാണുന്ന പോലെ. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടേ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരിടത്ത് വന്നപ്പോൾ ഈ കുരങ്ങൻ കൂട്ടന്മാരെ കണ്ടപ്പോൾ ഇവിടെ നിർത്തി. ഒരു സിംഹവാലൻ കുരങ്ങിനെ കണ്ടിട്ട് നിർത്തിയതാ. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ അവൻ കാട്ടിക്കോടി അങ്ങോട്ട് പോയി. നമ്മളെ കണ്ടപ്പോഴത്തേനും ഒരൊച്ചയും വെച്ചിങ്ങോട്ട് പോയി. പിന്നെ കണ്ടത് ഇവന്മാരെയാണ്. അപ്പോൾ ഇവന്മാരോട് സല്ലപിച്ചിങ്ങനെ നിന്ന്. പിന്നെ ഇവിടെയുള്ള ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ, ഇവരിങ്ങനെ നന്നായിട്ട് വരുമ്പോൾ ഇവർക്കൊരു ഫുഡ് ഐറ്റമും നമുക്ക് കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ ചിറ്റി. പിന്നെ അവർ പോകില്ല. അവരെ വയറ് നിറയാതെ അവരൊരിക്കലും നമ്മളെ അടുത്തുനിന്ന് പോകില്ല. അതുവരെ നമ്മൾ ചിലപ്പോൾ ആക്രമിക്കാൻ വരെ ഇവർ തയ്യാറാവും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർക്ക് ഒരു ഫുഡും കൊടുക്കരുത്. നമുക്ക് ചിലപ്പോൾ പാവം തോന്നിയിട്ട് നമ്മൾ വിചാരിക്കും അയ്യോടാ വിശന്നിട്ടാണെന്ന്. പക്ഷെ കൊടുക്കണ്ട. പിന്നെ ചെയ്യാം, നമ്മൾ പോകാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് പോരുന്ന നേരത്ത് ഇവർ നോക്കിയിരിക്കണമെങ്കിൽ കുറച്ച് മുന്നോട്ട് നീങ്ങിയതിന് ശേഷം ഈ കവറ് ഇതിൽ ഫുഡാക്കി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ ഇവർ ഇത് കഴിച്ച് വിശപ്പടക്കി അവിടെ നിന്നോളും. അല്ലാതെ ഒരിക്കലും നമ്മൾ പുറത്തിറങ്ങി ഇവർക്ക് എന്തെങ്കിലും ഫുഡ് ഇട്ട് കൊടുക്കാൻ നിൽക്കരുത്. ആക്രമിക്കും, ഒരു സംശയവും ഇല്ല. അവർക്കറിയാം അതിൻ്റെ ബാലൻസ് വണ്ടിയിലോ അല്ലെങ്കിൽ നമ്മളേലോ ഉണ്ടെന്ന്. പിന്നെ കാണുന്ന നമ്മളെ കയ്യിലുള്ള ഫോൺ എന്തെങ്കിലും ആണെങ്കിൽ അത് തട്ടിപ്പറിച്ചൊക്കെ പോരും. അങ്ങനെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ അവസ്ഥകൾ. കാണാൻ നല്ല രസമാണ് നോക്കിയിരുന്നപ്പോഴേ. ഇനി ഒരുത്തനെ കാണിച്ചു തരാട്ടാ. ഒരു കുഞ്ഞു കുട്ടിനെ ചുമന്നുകൊണ്ട് അത് കെട്ടിപ്പിടിച്ച് അമ്മനിങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ചോടാ, അതിന്
പേൻ നോക്കി കൊടുക്കലും ഭയങ്കര ബഹളമാണ്. എടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ ഫോട്ടോ. അതുകൊണ്ടാണ് ഇത് ശരിക്കും ഇതാക്കുക. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക ഫോട്ടോ എടുക്കണ കണ്ടപ്പോഴേ വാല് ഞാട്ടിട്ടിരിക്കണ ഫോട്ടോ എടുക്കണ കണ്ടപ്പോൾ കുഞ്ഞ് കണ്ട, ഏറ്റവും കുഞ്ഞ് കണ്ട വയറ്റിൽ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നാണ്. എന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കണ കണ്ടപ്പോഴേ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു. എടുക്കണ്ടാന്ന് കണ്ട, കൊച്ചിന് കണ്ണ് തട്ടുന്നേ. നമ്മൾ ചില അമ്മമാർ പറയില്ലേ, എൻ്റെ കുഞ്ഞിനെ ഫോട്ടോ എടുക്കണ്ട കണ്ണ് തട്ടും എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയാണ് ആ ഇരിപ്പ്. നോക്കിയേ, കൂടെ അച്ഛനും ഉണ്ട് സംരക്ഷിച്ചുകൊണ്ട്. വാലൊക്കെ നീട്ടി എത്ര സുരക്ഷിതമായിട്ടാണല്ലേ ആ കൊമ്പുമല്ല ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി അവർ ഇറങ്ങി പോണൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഓരോരുത്തന്ന് ഞാൻ കണ്ടത് അതാ കുഞ്ഞിനെയും താങ്ങി പിടിച്ചോണ്ട് ഇതൊക്കെ അയ്യോ 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 ഇതൊക്കെ ആ കൊച്ച് കെട്ടിപ്പിടിച്ച് ഇരിക്കണ നോക്ക്. എൻ്റെ പൊന്നോ ചാടി അവിടേക്ക്. ഞാൻ അവിടെ ചെന്നിരിക്കാട്ടാ. എന്നിട്ട് നമ്മളെ വീഡിയോ എടുക്കണ അവർക്ക് ഇഷ്ടപ്പെടണില്ല. അതുകൊണ്ട് കാണാതിരിക്കാൻ വേണ്ടി അകലേക്ക് മാറി പോവുക. പിന്നെ ഒരു സൗണ്ട് കിട്ടും, ഭയങ്കര സൗണ്ട്. പേടിച്ചു പോയി, എന്താണെന്നറിയില്ല. അപ്പോഴാണ് ആ വഴി വന്ന ഒരു ചേട്ടൻ, കാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചേട്ടൻ പറഞ്ഞ മലമുഴയ്ക്ക് വേഴാമ്പൽ അങ്ങനെ എന്തോന്ന് പറഞ്ഞേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ കുറേ മുകളിലേക്ക് എത്തി. വ്യൂ പോയിന്റുകൾ ഒന്നൊന്നായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ പോകണത് എന്താണെന്നറിയോ, ട്രക്കിങ്ങിനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ തണ്ടലും തലയും കൈയും കാലും ചൊവ്വുള്ളവർ പോയാൽ മതി. കാരണം അറിയാമല്ലോ, ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഓഫ് റോഡ് അങ്ങനെ ആക്കിയിട്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ഇങ്ങോട്ട് പോന്നപ്പോൾ വന്നിട്ട് കണ്ട ഫസ്റ്റ് ആദ്യം ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, പിന്നെ സെക്കൻഡ് വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇത്. കണ്ടോ ആ നീല കളറിൽ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങി പോവുകയാണ് ചെയ്യുക. കണ്ട ഇതുപോലെ ഇറങ്ങി പോവുകയാണ് നമ്മൾ ചെയ്യുക. മാമൂസൊക്കെ അവിടെ ഒരു പേടിയില്ലാണ്ട് ഓടുണ്ടായിരുന്നു. ഞാൻ ഒച്ച വെച്ചിട്ടാണ് അവർ പോവാഞ്ഞത്. അങ്ങനെ ഇതുപോലെ ഇറങ്ങി കുറേ ഇട വരെ ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഇതിൻ്റെ അപ്പുറത്തും കാണുന്ന ഇതൊക്കെയെന്ന് വെച്ചാൽ പറമ്പിക്കുളം ഉണ്ടല്ലോ, അതിൻ്റെ വ്യൂ ഇതാണ് കേട്ടോ അവിടെ കാണുന്നത്. പിന്നെ കണ്ടോ ആ നീല ഭാഗത്ത് കാണുന്നത് കണ്ടോ, അവിടെ ഒരു തീപ്പെട്ടി പോലെ, അത് മൊത്തം താഴെയുള്ള നമ്മളുടെ സ്ഥലമാണ്. നമ്മളാണ് മലക്ക് മുകളിൽ കയറിയിട്ട് ഇപ്പോൾ ഹൈറ്റിൽ നിൽക്കുന്നത്. അവിടെയാണ് സാധാ റോഡും താഴ്ചയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന. ഇപ്പോൾ നമ്മളുടെ നോർമൽ ഏരിയ, അതിൽ നിന്ന് മല മുകളിലേക്ക് കയറിയിട്ട് ഇത് തേയിലത്തോട്ടം കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം തേയിലത്തോട്ടമാണ് കണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ഒരുപാട് ഹൈറ്റിൽ നിന്നാണ് ഈ കാണുന്നത്. പിന്നെ ആ നീലഭാഗം ഉള്ള സ്ഥലത്ത് കാണുന്നതൊക്കെ അത് ആകാശമല്ല ഒരിക്കലും, അത് ഭൂമിയാണ്, താഴെയാണ് അത്. അവിടുത്തെ കെട്ടിടങ്ങളും അവിടുത്തെ റോഡുകളും കാര്യങ്ങളും പുഴകളും നദികളും എല്ലാം നമുക്ക് കാണാം വളരെ ചെറുതായിട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭയങ്കര ഹൈറ്റിലാണ്, ടോപ്പിലാണ്. ഇപ്പം അതിനേക്കാൾ വലിയൊരു മലയാണ്. ആ മലയിൽ പിന്നെ ജനവാസവും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ നേരെ അപ്പുറത്ത് കണ്ടൊരു വ്യൂ ആണ്. ഇനി വേറൊരു സ്ഥലത്ത് കൂടി ഉണ്ട്. ആ വ്യൂവിൽ പോകുമ്പോഴാണ് ശരിക്കും പറമ്പിക്കുളത്തിൻ്റെ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റുക. വൈൽഡ് ഇത് ഉള്ളത് അറിയാലോ, പറമ്പിക്കുളം ദേശീയ പാർക്കോ അതുപോലെ വന്യജീവി സങ്കേതം അങ്ങനെയൊക്കെ ഉള്ളത് പറമ്പിക്കുളം അറിയാലോ. ആ സംഭവം നമുക്ക് നെക്സ്റ്റ് ഒരു ഇത് പോകുന്നുണ്ട്. ഇത് കണ്ടോ ഓഫ് റോഡിൻ്റെ അവസ്ഥയായിട്ട് ഈ കാണുന്നത്, കുഴിയും കുണ്ടും. ഇതൊരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ. നമ്മളെ റോട്ടിൽ ഇങ്ങനത്തെ റോട്ടിൽ നമ്മൾ യാത്ര ചെയ്യോ ഇല്ല. ഇത് ട്രക്കിൽ മാത്രം, ജീപ്പ്, ട്രക്ക്, പജീറോ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ പോവുള്ളൂ. ആ ഇതിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഒന്നും മര്യാദക്ക് പിടിക്കാൻ പറ്റില്ല. ഫോൺ എപ്പോഴാണ് തെറിച്ച് പോകാമെന്ന് ഒരു ഉറപ്പുമില്ല കേട്ടോ. അതിനിടക്ക് 1-2 പ്രാവശ്യം നമ്മൾ ആവിനെ കണ്ടു. ഈ മാനിൻ്റെ ഒരു വർഗ്ഗമാണ്, പക്ഷെ കൊമ്പ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സാധനത്തിന് നമ്മൾ കണ്ടു. ഇനി എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ കാണിച്ചു തരാം. പക്ഷെ അത് നമ്മൾ മനുഷ്യരെ കാണുമ്പോഴത്തേക്കും ഓടുകയാണ്. അയറ്റകൾക്കറിയാം പാരകളാണെന്ന്, മൃഗങ്ങളെക്കാളും പാരകളാണ്. അതുകൊണ്ടാണ് അയറ്റകൾ രക്ഷപ്പെട്ട് ഓടുന്നത്. പിന്നെ നമുക്ക് സെക്കൻഡ് വ്യൂ പോയിൻ്റാണ് ഈ വന്നത്. ടോപ്പ് വ്യൂ പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ് കേട്ടോ. ഇത് കുഴപ്പമില്ല. മാമൂസ് മൂപ്പരേ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോകാനുള്ള ഒരുക്കോ. ഞാൻ ഓരോ ഞെട്ടിച്ചിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുക. ആ അറ്റം വരെ പോകാനാണ് ഉദ്ദേശം.
അപ്പം ഞാൻ ഇടയ്ക്ക് വെച്ച് മുമ്പിൽ ചെന്നൊന്ന് ബ്രേക്ക് ചെയ്യും, ഇനി അങ്ങോട്ട് പോകണ്ട, ഇനി അങ്ങോട്ട് പോകണ്ട എന്ന് പറയുമ്പോൾ നാണം കെട്ടൊരു ചിരിയുമായിട്ടാണ് ആ പോയത് കേട്ടോ നമ്മളെ മാമൂസ്. കുറേ ഫോട്ടോസ് എടുത്ത് ആഗ്രഹം തീർത്തു. താഴേക്ക് പോകാൻ ഞാൻ വിടുന്നില്ല, കാരണം എനിക്ക് ഒരു പേടി, ഒന്ന് കാല് വഴിയ നിലത്തേക്ക് എത്തുമോ എന്നുള്ളൊരു പേടി. കുറച്ച് ഹൈറ്റ് താഴ്ച ഒന്നല്ലല്ലോ ഉള്ളത്. ഇപ്പോൾ ആ നീല കാണുന്നത് വെള്ളമാണ്, കടലാണെന്നൊന്നും വിചാരിക്കേണ്ട, കടലല്ല. ഇവിടെ മഞ്ഞ സീസണായി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്നറിയോ, നിറച്ചു കോടയായിരിക്കും. ഈ കാണുന്ന ഭംഗിയപ്പം ഉണ്ടാവില്ല. ഫുള്ള് ഈ മലയമല നിറച്ചും പുക പോലെ ഇരിക്കും. ഇവിടെ കുറച്ച് കൂടുതലും ആയിരിക്കും. കണ്ടോ ഈ കാഴ്ചകൾ കാണാൻ പ്രായമായൊരു ഈ ട്രക്കിങ്ങിന് വന്നവരില്ലേ, ഈ ട്രക്കിന് വരാതെ ഈ സ്ഥലത്തേക്ക് സാധാ റോഡില്ല, ഇങ്ങോട്ട് വരാൻ പറ്റൂല. എന്നിട്ടും ഇത്രയും പ്രായമായവർ ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഇത് കാണാനുള്ള ഒരു ആഗ്രഹവും അതിൻ്റെ ഒരു ആ അറ്റം സൈഡ് കണ്ടോ, അതാണ് കേട്ടോ പറമ്പിക്കുളം. ഇത് നേരത്തെ നമ്മൾ മറ്റേ പോയിന്റിൽ നിന്ന് കണ്ടില്ലേ, ആദ്യത്തെ വ്യൂ പോയിന്റിൽ നിന്ന് കണ്ടില്ലേ, അത് ഇനിയുണ്ട്. ഇനി നാലാമതൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. കാരണം ടൈം അതിക്രമിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് തന്നെ നമുക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു വൈബാണ് കേട്ടോ. കണ്ടോ എന്തോ പറയുന്നുണ്ട് അവിടുന്ന്. ഒരു വണ്ടിക്ക് പോകാനുള്ളൊക്കെ സ്ഥലമുള്ളൂ, പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര രസം. അത് 2 വണ്ടി കുത്തിത്തല അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പോയിക്കൊണ്ടേയിരിക്കും. അത് ചില സ്ഥലത്ത് മാത്രമേ വീതിയുള്ളൂ, ചില സ്ഥലത്ത് ഒരു വണ്ടിക്ക് മാത്രം. അപ്പോൾ ഒരു വണ്ടി അകലേന്ന് ഹോൺ അടിച്ച് നിർത്തി. ഇവിടെയുള്ളൊരു ഭയങ്കര ഇതാണ് കേട്ടോ. ചെറുപ്പക്കാർ ചെക്കന്മാരാണ് ഈ വണ്ടികൾ കംപ്ലീറ്റ് ഓടിക്കുന്നത്. അവർക്കൊക്കെ ഭയങ്കര ഹരാണത്. അവർ കറക്റ്റ് അകലേന്നൊരു ഹോൺ കേട്ട് കഴിഞ്ഞാൽ അപ്പം നിർത്തും. നമ്മളൊക്കെ സാധാരണ നാട്ടിൽ ഒരു ഹോൺ അടിച്ചു കഴിഞ്ഞാൽ എതിരെ ഹോൺ അടിച്ച് അവരെ മുമ്പിൽ ചെന്നിട്ട് ഒരു ചവിട്ടി പിന്നെ റിവേഴ്സ് എടുത്ത് അങ്ങനത്തെ സംഭവം. ഇവരങ്ങനെയല്ല, അകലേന്നൊരു ഹോൺ കേട്ട് അപ്പം അപ്പം നീട്ടി അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം അവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരാൾ പോയി കഴിഞ്ഞിട്ട് മറ്റൊരാൾ പോവുള്ളൂ. ഇത് ഓവർടേക്ക് ചെയ്ത് കയറാൻ പറ്റിയ റോഡ്. ഒരാൾ ഓവർടേക്ക് ചെയ്ത് വരാനുള്ള ശ്രമത്തിലാട്ടോ. ഇവിടെയൊക്കെ ഇത്തിരി വീതിയുണ്ട്, പക്ഷേ ആ വണ്ടി ചെരിഞ്ഞുകൊണ്ട് ഒരിക്കലും ഈ വണ്ടിയുടെ ഗുണം കൊണ്ടേ ചെരിഞ്ഞ് വീഴൊന്നുമില്ല. ചെരിഞ്ഞിങ്ങനെ പോടാണ്ടിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും ഇപ്പം വീഴുമെന്ന്. പിന്നെ വേറൊരു വ്യൂ പോയിൻ്റാണ് ഇത്. നമ്മൾ പോകുന്ന വഴി തന്നെയാണ്, തിരിച്ചു പോന്നപ്പോൾ എടുത്തു എന്ന് മാത്രം കേട്ടോ. ഈ വ്യൂ പോയിൻ്റ് ഇവിടെ എല്ലാവരും വീഡിയോസും ഫോട്ടോസും എടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരു ബസ് സ്റ്റോപ്പ് പോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. അപ്പോൾ അവിടെ കടകളോ കാര്യങ്ങളോ ഒന്നും അധികമില്ല. പിന്നെ ഇവിടെയുള്ള ആളുകളും താമസക്കാരും കുറവാണ്. കാരണം ഒരു സാധനം എത്താന്നുണ്ടെങ്കിൽ അടിവാരത്തുനിന്ന് 30 കിലോമീറ്റർ താഴേന്ന് വേണം ഇതാവാൻ. വൈകുന്നേരം ആയതുകൊണ്ട് നല്ലൊരു സീനറി നമുക്ക് കിട്ടി. എന്തൊരു വൈബല്ലേ, നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു കാഴ്ചയും. ഇങ്ങനെ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ പ്രത്യേക ഒരു വൈബ് തന്നെ. കണ്ടോ മലകളും. നമ്മൾ ഈ പണ്ടൊക്കെ മല വരക്കുമ്പോൾ എങ്ങനെയാണ് വരക്കുക, 2 കുന്ന്, അതിൻ്റെ നടുക്കൊരു സൂര്യൻ, ഒരു ഓറഞ്ച് കളറ്, 2 കാക്കയും. അതാണല്ലോ നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു പ്രഭാതത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ഈവനിങ്ങിനെ സൂചിപ്പിക്കുന്ന ഒരു സംഭവം അതാണല്ലോ. ആ ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ഈ നേരിട്ട് കാണുന്നത് കേട്ടോ. ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ്. ആ മലക്ക് മുകളിൽ കാണുന്ന പുക പോലെ ഇങ്ങനെ പുകഞ്ഞു പൊന്തണ പോലെ നിൽക്കുക. മഞ്ഞിൻ്റെ ശാഖയാണെന്ന് തോന്നുന്നുണ്ട് അത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫ്രീ ടൈമിൽ പോവാൻ, ഞങ്ങളതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. വീഡിയോസ് എടുക്കാൻ നിന്നില്ല, ഒരു പരുവായി. അതുപോലെ ഫാം ഹൗസും ഉള്ള വീഡിയോ നമുക്ക് പിന്നീട് വരുന്നതായിരിക്കും. ഇപ്പോഴേ തിരിച്ചു പോരുമ്പോൾ കുതിരാൻ വീണ്ടും എടുത്തപ്പോൾ കുതിരാൻ്റെ രാത്രി കാഴ്ച ഇങ്ങനെയായിരുന്നു കേട്ടോ. കണ്ടോ, നേരത്തെ ഇതിൻ്റെ ഉള്ളിൽ ഏത് ടൈമിലും ഒരേ വൈബ് തന്നെ ആയിരിക്കും. കാരണം ഫുൾ ലൈറ്റിൻ്റെ ഒരു ഇതാണ്, പ്രകൃതിയുടെ ഒരു ലൈറ്റ് ഇതിന് കാണാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പോവുക, കാണുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളുമായിട്ട് പിന്നീട് വരുന്നതായിരിക്കും. നമ്മൾക്ക് തേയിലത്തോട്ടം, ഓറഞ്ച് തോട്ടം, അങ്ങനെയുള്ള ഫാമേഴ്സ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇനി കാണണ്ടേ. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കാരണം കേട്ടോ ഇതിനെ കുറച്ചത്.
അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും, അതുപോലെ ഷോർട്ട് വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ ബൈ. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ വീഡിയോ അല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് വീടെത്താനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.